ഈ ഇന്ത്യ പാക് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് പല അഭിപ്രായങ്ങളും വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഗാംഗുലി പറഞ്ഞത് ഇനി പാകിസ്ഥാനുമായി ക്രിക്കറ്റ് മത്സരം വേണ്ടതാണ്. ഇപ്പോൾ ഷാഹിദ് അഫ്രീദി രംഗത്ത് വന്നിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരമാണ്. അദ്ദേഹം റെക്കോർഡ് വേഗത്തിൽ സെഞ്ചുറിയൊക്കെ എടുത്ത റെക്കോർഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ അല്ലെന്നാണ്. എന്താണ് ഇത് പറയുന്നത്? പാകിസ്ഥാനാണെന്നുള്ളതിന് ഇന്ത്യയുടെ പക്കൽ തെളിവില്ല, വെറുതെ ആരോപിക്കുകയാണെന്നാണ് ഷാഹിദ് അഫ്രീദിയുടെ വാദം. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ അവിടെ നിന്നിട്ട് ഈ തീവ്രവാദത്തിനെ സപ്പോർട്ട് ചെയ്യാനും പറ്റില്ല, തീവ്രവാദത്തിനെ തള്ളിപ്പറയാനും പറ്റില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ വല്ലാത്തൊരു ഡിലമയിലാണ് ഇവരെല്ലാം നിൽക്കുന്നത്. പാകിസ്ഥാനിലെ താരങ്ങൾ, പാകിസ്ഥാനിലെ സിനിമാക്കാർ, സംഗീത രംഗത്തുള്ളവർ, മറ്റ് സാഹിത്യ രംഗത്തുള്ളവരൊക്കെ ഇവർക്ക് പരസ്യമായിട്ട് തീവ്രവാദികളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം ഏത് നേരവും വീട്ടിൽ കയറി വെടിവെച്ചിട്ട് പോകുന്ന ടീമാണ് അവിടെ ഉള്ളത്. രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ഞങ്ങൾ ചെയ്തു എന്ന് പറയാനും പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇവരെല്ലാം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ എന്തെങ്കിലും വിവരക്കേട് വിളിച്ച് പറഞ്ഞ് തൽക്കാലം പിടിച്ച് വയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് ഇന്ത്യ വെറുതെ ആരോപണം ഉന്നയിക്കുന്നു എന്നാണ് ഷാഹിദ് അഫ്രീദി പറയുന്നത്. ഈ പ്രശ്നങ്ങൾ, ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന് പറയും. അതായത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ രണ്ടുപേര് തമ്മിൽ അടികൂടി, അല്ല ഒരു അക്രമി ഒരാളെ ഉപദ്രവിച്ചു, അയാളുടെ സ്ഥലത്താണ് ആക്രമണം നടത്തിയത്. ഇത് സ്വാഭാവികമായിട്ട് ഒത്തുതീർപ്പിലേക്ക് പോവുകയാണെങ്കിൽ, അവിടെ ചർച്ച നടന്ന് ഒത്തുതീർപ്പിലേക്ക് പോവുകയാണെങ്കിൽ ഓക്കെ ശരി, അടിച്ച് മോശമായിപ്പോയി എന്ന് മാപ്പ് പറഞ്ഞ് പിരിഞ്ഞേരെ എന്ന് പറഞ്ഞ് ഈ അടി കൊണ്ടവൻ കൊണ്ടു എന്നുള്ള അവസ്ഥയിൽ ഇരിക്കുന്നതാണ് സാധാരണ ഒത്തുതീർപ്പുകളുടെ അവസ്ഥ. ഇത് തന്നെയാണ് രാജ്യാന്തര തലത്തിൽ മിക്കവാറും നടക്കാറില്ല, ഏതെങ്കിലും ഒരു രാജ്യം ആക്രമണം നടത്തിയാൽ. പക്ഷേ ഇന്ത്യക്ക് അങ്ങനെ അടി കൊണ്ടിട്ട് മിണ്ടാതിരിക്കാൻ കഴിയില്ല. ഇന്ത്യ പണി കൊടുക്കും. അത് ഇന്ത്യയുടെ സ്വഭാവമാണ്. കാരണം ഇത് പണ്ടത്തെ പോലത്തെ ഇന്ത്യയിൽ UPA സർക്കാരിൻ്റെ കാലത്തെ ഇന്ത്യയല്ല, ഇത് മോദി സർക്കാരിൻ്റെ കാലത്തെ ഇന്ത്യയാണ്. കൃത്യമായി അടി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അടിച്ചാൽ തിരിച്ചടിക്കുക, വീട്ടിൽ കയറിയാലും അടിക്കുക എന്നുള്ള നിലപാട് തന്നെയാണ് ഇന്ത്യക്കുള്ളത്. അതിനില്ല ഷാഹിദ് അഫ്രീദിയല്ല, ഇത് ഏത് അഫ്രീദി എന്ന് പറഞ്ഞാലും ശരി തന്നെ ഇന്ത്യ അടിക്കാനുള്ളത് തിരിച്ചടിച്ചിരിക്കും. ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഈ പറയുന്ന ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വലിയ ക്രൈസിസിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യ ഇനി പാകിസ്ഥാനൊപ്പമുള്ള പരമ്പര കളിക്കില്ല എന്ന് BCCIയുടെ വൈസ് പ്രസിഡന്റ് രാജീവ് ശുക്ല പറഞ്ഞിട്ടുമുണ്ട്. അത് ക്ലിയറായിട്ട് വ്യക്തമാക്കിയതാണ്. നിലവിൽ ICC ടൂർണമെൻറ്റുകൾ മാത്രമാണ് ഏഷ്യ കപ്പിലും ആണ് പാകിസ്ഥാനുമായിട്ട് മത്സരങ്ങളുള്ളത്. അത് കഴിഞ്ഞ 2008 ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരുമിച്ച് കളിച്ചിട്ടേ ഇല്ല. കാരണം ഒരുമിച്ചുള്ള ഒരു കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാത്ത ഒരു പരമ്പര എന്ന് പറയുന്നത് നടക്കാറില്ല. പരമ്പര ഏറ്റവും അവസാനം നിന്ന് 2013 അവസാനിക്കുകയും ചെയ്തു. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഏഷ്യ കപ്പാണ്, ചാമ്പ്യൻസ് ട്രോഫി അതുപോലുള്ള കാര്യങ്ങളാണ്. ചാമ്പ്യൻസ് ട്രോഫി നടക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം അത് പാകിസ്ഥാനായിരുന്നു ഇത്തവണ ആതിഥേയർ. അവിടെ പാകിസ്ഥാനിൽ വെച്ചിട്ടാണ് ഈ കളി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ BCC വാശി പിടിച്ചു, പാകിസ്ഥാനിൽ വന്ന് ഞങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല, ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാം. ആരെവിടെ വെച്ച് എങ്ങനെ പൊട്ടിത്തെറിക്കുമെന്ന് പറയാൻ പറ്റാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അവർക്ക് തന്നെ അറിയില്ല. അവരുടെ സൈനിക വാഹനം പൊട്ടിത്തെറിച്ചിട്ട് 2 ദിവസം ആയതേ ഉള്ളൂ. അത് ബലൂചിസ്ഥാനില്ല. അതുകൊണ്ട് തന്നെ യാതൊരു സുരക്ഷയും ഇല്ലാത്ത പാകിസ്ഥാനിൽ ഇന്ത്യക്കാർക്ക് ചെല്ലാൻ കഴിയില്ല. ഇന്ത്യൻ ടീം അവിടെ ചെല്ലില്ല എന്ന് പറഞ്ഞു. ഇന്ത്യൻ ടീം ഇന്ത്യക്ക് അത്രയേറെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത് നടപ്പില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നേരെ നമ്മൾ ദുബായിൽ പോയിട്ടാണ്, UAE പോയിട്ടാണ് നമ്മളുടെ മത്സരം നടത്തിയത്. അതായത് ചാമ്പ്യൻസ് ട്രോഫിയുടെ മത്സരം നടത്തിയത്. ആ മത്സരമാണ് നമുക്ക് അറിയാമെന്നുള്ള ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചാമ്പ്യൻസ് ട്രോഫിയിലെ മത്സരം. അല്ലാതെ പാകിസ്ഥാനിൽ ചെന്ന്, അപ്പോൾ അതുകൊണ്ട് തന്നെ പാകിസ്ഥാനും ഒരു നിലപാടെടുത്തു, ഇനി ഇന്ത്യയിൽ വന്ന് കളിക്കില്ല എന്നുള്ളത്. അപ്പോൾ പാകിസ്ഥാൻ അങ്ങനെ നിലപാടെടുത്ത് കഴിഞ്ഞാൽ ഇന്ത്യക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, കുഴപ്പമില്ല, നിങ്ങളിവിടെ പോയി കളിച്ചു, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, ഞങ്ങളെന്തായാലും നിങ്ങളുടെ നാട്ടിൽ വരാൻ പോകുന്നില്ല എന്നുള്ളത് നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബാക്കിയൊക്കെ നിങ്ങളുടെ കാര്യം, നിങ്ങൾ വന്നാലും വന്നില്ലെങ്കിൽ നമുക്കൊന്നുമില്ല. ഇന്ത്യ പക്ഷേ അടിച്ചതിൻ്റെ അത് കയറ്റാത്ത സ്വഭാവമുള്ള രാജ്യമാണ്. പാകിസ്ഥാൻ വരണ്ടെന്ന് വരെ ഇന്ത്യ ചിലപ്പോൾ പറഞ്ഞ ആളായി. പാകിസ്ഥാൻ വന്നാലും കുഴപ്പമില്ല എന്ന് പറയുന്ന പോലെയല്ല. പിന്നെ ഇന്ത്യൻ മണ്ണിൽ വെച്ചിട്ട് ഒരു തീവ്രവാദിയും ഇവിടെ പാകിസ്ഥാനെ ആക്രമിക്കില്ല എന്നുള്ളത് നമുക്കറിയാം. പാകിസ്ഥാൻ്റെ ടീം മെമ്പേഴ്സിനെ ആക്രമിക്കില്ല. കാരണം നമ്മുടെ സുരക്ഷ ഒരുക്കിയാൽ അങ്ങനെയായിരിക്കും. ഇത് എല്ലാ സുരക്ഷയും ഒരുക്കിയ അതിർത്തികൾ കടന്നു വന്ന് വളരെ നിഗൂഢമായിട്ട് ഒരു ആക്രമണം നടത്തുന്നതാണ്. ഒട്ടും പ്രതീക്ഷയില്ല. അതിന് അവിടുത്തെ പ്രാദേശിക ഭരണകൂടത്തിനും ഈ പറയുന്ന നാഷണൽ കോൺഫറൻസിനും ഈ ഒമർ അബ്ദുള്ളയ്ക്കും ഒക്കെ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതിൽ പങ്കുണ്ട് എന്നാണ് സ്ഥിരീകരിക്കാത്തതാണെങ്കിൽ റിപ്പോർട്ടുകളുള്ളത്. പിന്നെ ഇനിയിപ്പോൾ നടക്കാനുള്ള ക്രിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ വെച്ച് നടക്കാൻ പോകുന്ന ലോകകപ്പ് ക്രിക്കറ്റാണ്, വനിതാ ക്രിക്കറ്റ്, ലോകകപ്പ് വനിതാ ക്രിക്കറ്റ്. ആ ക്രിക്കറ്റിൽ പാകിസ്ഥാൻ പങ്കെടുക്കാൻ സാധ്യതയില്ല. കാരണം മറ്റെവിടെയെങ്കിലും വെച്ച് നടത്തേണ്ടി വരും. കാരണം നമ്മൾ അവരുടെ കൂടെ അവർ ആതിഥേയരായ മത്സരത്തിൽ നമ്മൾ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ പാകിസ്ഥാൻ എടുക്കുന്ന നിലപാട് നിർണായകമാവും. ചിലപ്പോൾ ഞാനൊരു സംശയം ചോദിക്കട്ടെ. അതായത് ഇപ്പം ലോകകപ്പ് വരുന്നു, വനിതയല്ല നമ്മുടെ അല്ലാതുള്ള ലോകകപ്പ് വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പാകിസ്ഥാനും ഇന്ത്യയും
അത് ഏതെങ്കിലും ഒരു രാജ്യത്ത് വെച്ചായിരിക്കുമല്ലോ. സ്വാഭാവികമായും പാകിസ്ഥാനും ഇന്ത്യയും കളിക്കാൻ പറ്റില്ലെന്നുള്ള നിലപാട് എടുക്കാൻ കഴിയും. ഇല്ല, അങ്ങനെ ഒരു നിലപാടെടുക്കില്ല. പാകിസ്ഥാനിൽ പോയി കളിക്കാൻ പറ്റില്ല എന്ന് ഇന്ത്യ നിലപാടെടുക്കാൻ സാധ്യതയുള്ളൂ. അഥവാ ഇന്ത്യയിൽ വെച്ചിട്ടാണ് ലോകകപ്പ് നടക്കുന്നതെങ്കിൽ ഒരു പക്ഷേ പാകിസ്ഥാൻ പറയും ഇന്ത്യയിൽ വെച്ച് മത്സരത്തിന് പാകിസ്ഥാനില്ല എന്ന് ഒരു പക്ഷേ പറഞ്ഞേക്കും. മറ്റൊരു രാജ്യത്ത് വെച്ച് നടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പാകിസ്ഥാൻ ലോകകപ്പിൽ ഇതുവരെ ഇന്ത്യയെ തോൽപ്പിച്ചിട്ടില്ല. പാകിസ്ഥാൻ കഴിയില്ല അതിന്. അതാണ് നമ്മൾ മോക്കാന്ന് പറഞ്ഞുകൊണ്ടൊരു ഇത് കളിയാക്കുന്ന ഒരു പാട്ട് തന്നെയാണ്. അപ്പം അതാണ് പാകിസ്ഥാൻ്റെ അവസ്ഥ. പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിക്കറ്റിലൊന്നല്ല, എല്ലായിടത്തും സമ്പൂർണ്ണ പരാജയമാണ്. ദയനീയ പരാജയമായിക്കൊണ്ടിരിക്കുന്ന രാജ്യം, കഞ്ഞിക്ക് വകയില്ലാത്ത രാജ്യം മറ്റുള്ള നാട്ടിലേക്ക് ആക്രമണം നടത്താൻ മുതിരുകയാണ് ചെയ്യുന്നത്. അതായത് ശത്രുവിനെ കൊല്ലാൻ വേണ്ടി പാമ്പ് വളർത്തി പാമ്പ് സ്വന്തം കുട്ടികളെ കടിച്ച രാജ്യമാണ് പാകിസ്ഥാൻ. നമുക്കറിയാം പാകിസ്ഥാൻ്റെ പെഷവാറിലെ ആർമി സ്കൂളിൽ ഉണ്ടായ തീവ്രവാദി ആക്രമണത്തിൽ എത്ര കുട്ടികളാണ് മരിച്ചത്. അപ്പം നിരവധി കുട്ടികൾ മരിച്ചു. 40-45ഓളം അധ്യാപകരും അനധ്യാപകരും കുട്ടികളും ഉൾപ്പെടെ 40-45 പേർ അന്ന് മരിക്കുകയുണ്ടായി. അപ്പോൾ 35-40 ആണ് എൻ്റെ ഓർമ്മ ശരിയാണ്. അങ്ങനെ അതിദാരുണമായ സന്ദർഭങ്ങളിൽ കൂടെ പാകിസ്ഥാൻ കടന്നുപോയിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ വിവിധ മേഖലകൾ പാകിസ്ഥാനെ വിട്ടൊഴിയാൻ കാത്തിരിക്കുകയാണ്. ഈ പറയുന്ന POK അവർ അവിടെ നിന്ന് പറയുകയാണ്, നോക്കൂ കാശ്മീരിലേക്ക് നോക്കൂ, കാശ്മീർ സ്വതന്ത്രമായിരിക്കുന്നു, സ്വസ്ഥമായിരിക്കുന്നു, അവർ സമൃദ്ധമായിരിക്കുന്നു, അവിടെ ടൂറിസം വരുന്നു, ജനങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നു. ഇത് കണ്ണുകടി കൊണ്ട് സഹിക്കാൻ വയ്യാതായപ്പോഴാണ് പാകിസ്ഥാൻ ഈ തീവ്രവാദികളെ അയക്കുന്നത്. LOCക്ക് അപ്പുറത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ POKയിൽ ദാരിദ്ര്യത്തിൻ്റെ അങ്ങേ അറ്റമാണ്. അതായത് സാധാരണ പാകിസ്ഥാൻ്റെ പ്രവിശ്യയിൽ അവർ ഉള്ള ജീവിത അവസ്ഥയേക്കാൾ വളരെ താഴ്ന്ന അവസ്ഥയാണ്. കാശ്മീർ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാശ്മീരിലെ പ്രശ്നങ്ങളിൽ അവസാനിച്ചു. ഇന്ത്യൻ കാശ്മീരിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുകയും അവിടെ ജനങ്ങൾ സമർത്ഥമായും സുഖമായി ജീവിക്കുകയും അവർ ഭീകരവാദത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ശത്രുങ്ങളിലെല്ലാം തന്നെ ത്രിവർണ്ണ പതാക പാറുകയാണ്. അവിടെ ഈ വിഘടനവാദത്തിൻ്റെ വിത്തുകളെല്ലാം തന്നെ പട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ മഞ്ഞിനടിയിൽ മുളയ്ക്കാൻ പറ്റാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു ഭീകരവാദത്തിൻ്റെ വിത്ത് ഇവിടെ മുളപെട്ടില്ല എന്ന് അവിടുത്തെ അമ്മമാർ പറയുകയാണ്. പണ്ട് കേരളത്തിൽ ഒരു അമ്മ പറഞ്ഞിരുന്നു, കാശ്മീരിൽ പോയി അവരുടെ മകൻ മരിച്ചപ്പോൾ പറഞ്ഞു അവൻ്റെ മയ്യത്ത് പോലും ഇങ്ങോട്ട് കൊണ്ടുവരരുതെന്ന്. അതുപോലെ ഭീകരവാദികളെ സ്വന്തം കുടുംബത്തിൽ നിന്ന് അമ്മമാർ ആട്ടിപ്പുറത്താക്കുകയാണ്. തീർച്ചയായിട്ടും അതാണ് ഇന്ത്യ. അതാണ് പുതിയ ഇന്ത്യ. പുതിയ ഇന്ത്യ വീട്ടിൽ കയറി അടിക്കുക മാത്രമല്ല, സ്വന്തം വീടുകളെ സമർത്ഥമാക്കുകയും ചെയ്യുന്ന ഇന്ത്യയാണുള്ളത്. അത് ഷാഹിദ് അഫ്രീദിയെ പോലുള്ള ക്രിക്കറ്റ് കളിക്കാരും പാകിസ്ഥാനിലെ മനുഷ്യരും മനസ്സിലാക്കുകയും പാകിസ്ഥാൻ തീവ്രവാദത്തിനും യുദ്ധത്തിനുമല്ല നിൽക്കേണ്ടത് സ്വന്തം കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി കൊടുക്കാനും സ്വന്തം നാട്ടിലെ ജനങ്ങളുടെ വികസനത്തിനുമാണ് എന്നുള്ള ബോധത്തിലേക്ക് ഉയരുകയും വേണമെന്നാണ് ഇന്ത്യക്ക് പറയാനുള്ളത്. അത്ര തന്നെയാണ് വാസ്തവം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.